വേണ്ട ജീവികളോ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരമൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരില്ലേ പറഞ്ഞാൽ വെള്ളം അടുക്കി വെച്ചതാണ്. അതിലൊക്കെ മണ്ണും ചെളിയൊക്കെ ആയിട്ട് കിടക്കണം. പശുക്കൾ ആടുകളൊക്കെ വെള്ളം കുടിക്കാൻ വരും കേട്ടോ. എന്തൊക്കെയാ ഫ്രൈ ചെയ്ത് ഇതിലിട്ട് കൊടുക്കണം. ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതാ തൈര് ചട്നി. ഇതാ ഞാൻ വെജിറ്റബിൾ കൊണ്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും തന്നെ വേണമെന്നില്ല കേട്ടോ, എന്നാലും ഉള്ളതാണ്. അച്ചാർ മാത്രം ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണേ. ഇതെന്താണിത്? ട്രെയിനാണോ? ആ, ഉണ്ണി ഉണ്ടാക്കിയതാണ് ട്രെയിന്. കളിപ്പാട്ടാണോ? ആണോ? അത് ശരി. ഞാൻ വിചാരിച്ചു ട്രെയിനായിരിക്കും വിചാരിച്ചു. കളിപ്പാട്ടമാണോ? ഇത് എന്ത് കളിപ്പാട്ടോ? നേരെ നേരെ നോക്കട്ടെ. ആ ശരി, കൊണ്ടുപോ അങ്ങട്ടെ. ഇതെന്ത് കളിപ്പാട്ടോടാ ഉണ്ണി? അതാ അത് പീസായി വിട്ടു വന്നില്ലേ ഇപ്പോ? കിട്ടാൻ പറ്റുണ്ടോ? ആ കിട്ടാൻ പറ്റുന്നുണ്ട് അല്ലേ? കിട്ടിയോ? കിട്ടാൻ പറ്റുണ്ടോ ഉണ്ണിക്ക്? കിട്ടാൻ പറ്റിയോ? അത് ശരി. ഇത് ട്രെയിനാണോ ജീപ്പാണോ എന്താണിത്? ആ ട്രെയിനില്ലേ? ചക്ക അങ്ങോട്ട് വെട്ടിയാലോ? ചക്ക നന്നായിട്ട് വീണ്ടിട്ടുണ്ട്. മാറ് ഉണ്ണി മാറ്, എനിക്ക് പേടിയാവണം. മാറുണ്ണി അങ്ങോട്ട് മാറ്. ഇത് എത്ര കട്ട് ചെയ്തിട്ടും ആവണില്ല, പീസ് ആവണില്ലല്ലോ. ചക്ക വിണ്ടോടെയൊക്കെ ലേശം കേടുണ്ട്. ഇതങ്ങനെ കുരുവൊക്കെ മാറ്റി കട്ട് ചെയ്തത്. ഇതൊന്ന് വേവിച്ചെടുക്കാം. അതെ, രണ്ട് ചക്ക ഒന്ന് അടുപ്പിൽ വേവിക്കാൻ വെച്ചതാണ്. നന്നായിട്ടൊന്ന് വേവട്ടെ. ഇപ്പം കണ്ടോ, ഈ നനഞ്ഞ വിറകാണെങ്കിലും അതൊക്കെ അടുപ്പത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായി തീ കത്താനൊക്കെ തുടങ്ങി കേട്ടോ. അവർക്ക് കുറച്ച് മീൻ വേവിച്ച് വെച്ചതാണ്. അവിടെ ഒരാൾ തണുത്ത് വരച്ച് ഇവിടെ കിടക്കുന്നതോ. മഴയാണെങ്കിൽ എപ്പോഴും മഴ തന്നെ കേട്ടോ. ഇവിടെ ഒരാൾ തേങ്ങ തിരുമണം. ചിലപ്പോ അവനെ അപ്പം വണ്ടി എടുത്തിട്ട് പോയാലോ അവൻ്റെ പേടി. ചക്ക വേവിച്ചത്, ഇതാ തേങ്ങാപ്പാലെടുത്തത്, ഇതാ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഞാൻ ഒരു കടായി എടുപ്പത്ത് വെച്ചു. ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു അരക്കപ്പ് റവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ഞാൻ റവ വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിനി ചക്ക ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
ഒന്ന് ചൂടായി വരട്ടെ. അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ തിളച്ചിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. കുറച്ച് ശേഷം ഇട്ട് കൊടുക്കാം.